ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് കാനഡയിലെ ന്യൂ ബ്രൻസ്വിക്കിലുള്ള ഏറ്റവും മനോഹരമായ ഒരു തീരദേശ ഗ്രാമത്തിലാണ്. അതെവിടെയാണെന്ന് വെച്ചാൽ ന്യൂ ബ്രൻസ്വിക്കിലെ സെയിൻറ്റ് മാർട്ടിൻസ് ആണ്. സെയിൻറ്റ് മാർട്ടിൻസിൽ എത്തിയാൽ ഉടൻ തന്നെ നമ്മൾ ആദ്യം വണ്ടി നിർത്തുന്നത് പ്രശസ്തമായ ഒക്ടോബർസ് ഐസ്ക്രീം ഷോപ്പിലാണ്. ഈ യാത്രയിൽ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഐസ്ക്രീം ഇവിടെ കിട്ടും. സെയിൻറ്റ് മാർട്ടിൻസിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലാണ് ഇവിടുത്തെ പ്രശസ്തമായ കവേർഡ് ബ്രിഡ്ജ്. ഈ പാലങ്ങളുടെ മുകളിലെ മേൽക്കൂരകൾ നിർമ്മിച്ചിരിക്കുന്നത് കഠിനമായ മഞ്ഞുവീഴ്ചയിൽ നിന്നും മഴയിൽ നിന്നും ഈ തടി ബ്രിഡ്ജിനെ സംരക്ഷിക്കാനാണ്. അങ്ങനെ നമ്മൾ സെയിൻറ്റ് മാർട്ടിൻ സീ കേവ്സിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഗൈസ്. പക്ഷേ നമ്മൾ എത്തിയപ്പോൾ നല്ല കാറ്റും ഒപ്പം ഹൈ ടൈഡുമായിരുന്നു. ഹലോ ഗൈസ്, ഇപ്പൊ നമ്മള് ന്യൂ ബ്രൻസ്വിക്കിലെ സെയിൻറ്റ് മാർട്ടിൻ കേവിന്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ കേവ് എവിടെയാന്ന് വെച്ചാൽ നേരെ എന്റെ പുറകെ നോക്കുള്ളൂ, ആ കാണുന്ന കേവ്. ഇപ്പൊ ഹൈ ടൈഡായിട്ട് വെള്ളമൊക്കെ കയറിയിരിക്കുകയാണ്. നമ്മൾ ലോ ടൈഡ് സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് കേവിലേക്ക് നടന്നു പോകാൻ സാധിക്കുന്നതാണ്. നൈസ് ബൈ. ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ഗൈസ്. സീ കേവ്സ് കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ഫണ്ടി ട്രെയിൽ പാർക്ക് വേയാണ് ഗൈസ്. ഇതിലെ പോകുമ്പോൾ ഒരുപാട് ലുക്കൗട്ട് പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു പ്രധാന ലുക്കൗട്ടിൽ നിന്ന് നോക്കിയാൽ ഒരു കുറ്റൻ ക്ലിഫ്സും ഫണ്ടി ഉൾക്കടലിൻ്റെ വിശാലതയും അതിനിടയിലൂടെ മനോഹരമായ സാൻഡി ബീച്ചും ഒരുമിച്ച് കാണാൻ നമുക്ക് സാധിക്കും. പ്രകൃതി ഒരുക്കിയ ഒരു മാജിക്കൽ കാഴ്ച തന്നെയാണ് ഇത് കേട്ടോ. നല്ല ഗ്രീനറി നിറഞ്ഞ ഈ മൗണ്ടൻസിൻ്റെ ഇടയിലുള്ള ഈ ഡ്രൈവ് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഉണ്ട് ഗൈസ്. പക്ഷേ ഈ ഡ്രൈവ് ശരിക്കും ഉണ്ടല്ലോ ഒരു വേറെ ലെവൽ ഫീലാണ്. ഇവിടുത്തെ വൺ ഓഫ് ദ മേജർ അട്രാക്ഷനിലൊന്നാണ് ഫുള്ളർ ഫോൾസ്. സോ അടുത്ത സ്റ്റോപ്പ് ഞങ്ങളുടെ ഫുള്ളർ ഫോൾസിലായിരുന്നു. നമ്മളിപ്പോൾ ഫുള്ളർ ഫോൾസ് കാണാൻ പോവുകയാണ്. അതാണ് നമുക്ക് നല്ല വ്യൂ ഉണ്ട്. ഈ ഫോൾസിൻ്റെ ഭംഗി പൂർണ്ണമായി കാണണമെങ്കിൽ സ്റ്റീപ്പായിട്ടുള്ള 72 സ്റ്റെപ്സ് താഴേക്ക് ഇറങ്ങണം കേട്ടോ. കുട്ടികളൊക്കെയായി വരുന്നവർക്ക് ഇത് ഇറങ്ങാൻ കുറച്ച് ചലഞ്ചിങ് തന്നെ ആയിരിക്കും ഗൈസ്. കുട്ടികൾക്ക് മാത്രമല്ല ഗൈസ്, ഹൈറ്റ് പേടിയുള്ള എനിക്കും ഇതൊരു ചലഞ്ചിങ് തന്നെ ആയിരുന്നു. ഈ സ്റ്റെപ്പ് ആക്ച്വലി ഇറങ്ങിയപ്പം ഈസി ആയിരുന്നു. ഒരു മിഡിൽ കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര സ്റ്റീപ്പായി പോയി. എനിക്ക് ഇറക്കം ഓൾറെഡി പേടിയുള്ളതാണ്. പിന്നെ ഞാൻ പതുക്കെ പിടിച്ച് ഞാൻ ലാൻഡ് ചെയ്തു. പക്ഷെ എത്ര ചലഞ്ചിങ് ആണെങ്കിലും താഴെ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയുണ്ടല്ലോ ഗൈസ്, അത് ശരിക്കും റിഫ്രഷിംഗ് ആണ്. ഇവിടെ ഇഷ്ടംപോലെ ട്രെയിലുകളും ലുക്കൗട്ട് പോയിൻറ്റ്സും ഉണ്ട് ഗൈസ്. പക്ഷെ ഞങ്ങൾ ബേബി ഫ്രണ്ട്ലി ആയ ലുക്കൗട്ട് പോയിൻറ്റ്സുകളും ട്രെയിലും മാത്രമേ പോയുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ ലഞ്ചിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്ത ഒരു ഈസി ലുക്കൗട്ട് പോയിൻ്റാണ് ഈ കാണാൻ പോകുന്നത്.
Wow, such a beautiful frame. ഈ പാർക്കിലേക്ക് പ്രവേശിക്കാൻ കൃത്യമായ സ്ട്രിക്റ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് അവേഴ്സ് ഉണ്ട് ഗൈസ്. സീസൺ അനുസരിച്ച് വൈകുന്നേരം 5 മണിക്കോ അല്ലെങ്കിൽ 8 മണിക്കൊക്കെ ഇതിൻ്റെ ഗേറ്റുകൾ അടയ്ക്കും. സോ ഒട്ടും സമയം കളയാതെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ഗൈസ്. ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബേർഡാണ് എനിക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ കാർ സ്റ്റോപ്പ് ചെയ്തത് സാൽമൺ റിവർ ലുക്കൗട്ടിലാണ്. നേച്ചർ വാസ് ഇൻ ഇറ്റ്സ് പ്രിസ്റ്റീൻ ഫോം ഹിയർ. കാടും നദിയും കടലും ഒന്നു ചേർന്ന് സുന്ദരമായ ഒരു കാഴ്ച. ബ്യൂട്ടിഫുൾ. സെയിൻറ്റ് മാർട്ടിൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ നമുക്ക് 2 കവേർഡ് പാലങ്ങളും ഒരു ലൈറ്റ് ഹൗസും ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലമാണ് ഇത്. പാർക്ക് വേയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരികെ വരുമ്പോൾ സെയിൻറ്റ് ജോൺസിലെ റിവേഴ്സിംഗ് ഫോൾസിലും കൂടെ സന്ദർശിച്ചു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇതൊരു തലതിരിഞ്ഞ വെള്ളച്ചാട്ടമാണ് കേട്ടോ. സോ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബീച്ചിലേക്കാണ് വന്നത്. ഇതിൻ്റെ പേര് ന്യൂ റിവർ ബീച്ച്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളെല്ലാം കാണാം. മൊത്തത്തിൽ ടയർഡായി. സോ ലെറ്റ്സ് സീ ബീച്ച് വ്യൂ. അപ്പോൾ ഇപ്പോൾ ഇത് ലോ ടൈഡാണ്. എവറി 6 hours ഇത് മാറും. നെക്സ്റ്റ് മാറുമ്പോൾ ഇത് ഹൈ ടൈഡാവും. ഹൈ ടൈഡാകുമ്പോൾ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്ക് മനസ്സിലാവുന്ന കുറച്ച് സൂം ചെയ്ത് കാണിക്കാം. ആ റോക്കിൽ വെറ്റ് കണ്ടില്ലേ, അവിടം വരെ വെള്ളം കയറും. മൊത്തത്തിൽ ഇങ്ങോട്ട് ഫ്രണ്ടിലൊക്കെ വെള്ളം കയറി നമുക്കിവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറയട്ടെ ഗൈസ്. ഈ ബീച്ചിൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത് ഇവിടുത്തെ സാൻഡ് സ്കൾപ്ചർ മത്സരങ്ങൾക്കാണ്. ലോ ടൈഡ് സമയത്ത് കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഈ മൃദുവായ മണലിൽ ആളുകൾ അത്ഭുതങ്ങൾ തീർക്കാറുണ്ട്. ഞങ്ങളിവിടെ സൺസെറ്റ് വരെ ടൈം സ്പെൻഡ് ചെയ്തു ആൻഡ് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അപ്പോൾ ഗായ്സ്, ഇന്ന് ഈ സൺസെറ്റ് ബീച്ച് വ്യൂയോടെ നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ നെക്സ്റ്റ് ഡേ കാഴ്ചകളായിട്ട് കാണാം. സോ സീ യു. ബൈ. Wait, on our way back, nature showed us these beautiful colors.